ഹായ് വെൽക്കം ടു ക്രാക്ക് വൺ. അപ്പം നമ്മൾ ഇന്ന് കറണ്ട് അഫയർ സെക്ഷൻ്റെ പാർട്ട് 9 ആണ് നോക്കുന്നത്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് കറണ്ട് അഫയേഴ്സ് നോക്കാണ്ട് അറിയാലോ. നമ്മൾ കറണ്ട് അഫയറിന് അത്യാവശ്യം നന്നായിട്ട് തന്നെ PSC ക്ക് നോക്കേണ്ടതുണ്ട്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഓസ്ട്രേലിയൻ സർക്കാരിന്റെ ഗ്ലോബൽ ഹാർമണി അവാർഡ് കരസ്ഥമാക്കിയ സംഘടന ചോദിച്ചാൽ ഏതാണ്? അത് ശിവഗിരി മഠമാണ് കേട്ടോ. ഓസ്ട്രേലിയൻ സർക്കാരിന്റെ ഗ്ലോബൽ ഹാർമണി അവാർഡ് കരസ്ഥമാക്കിയ സംഘടന ഏതാണ്? അത് ശിവഗിരി മഠമാണ്. ഈ ഓപ്പൺ AI പുറത്തിറക്കിയ പുതിയ സെർച്ച് ബ്രൗസർ ഏതാണ്? അത് അറ്റ്ലസ് ആണ് കേട്ടോ. ഈ ടെക്നോളജി എന്ന് പറയുന്നത് ഇങ്ങനത്തെ ടെക്നോളജി ഓപ്പൺ AIന്റെ പുതിയ സെർച്ച് ബ്രൗസർ അല്ലെങ്കിൽ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പുതിയ ടെക്നോളജികൾ ഫോണുമായി ബന്ധപ്പെട്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇപ്പം PSC നന്നായിട്ട് ചോദ്യങ്ങൾ വരുന്നുണ്ട്, കറണ്ട് അഫയർ ചോദ്യങ്ങൾ വരുന്നുണ്ട്. കാരണം വെച്ചാൽ ഡിഗ്രി ലെവല് പ്രിലിംസ് അല്ലെങ്കിൽ മെയിൻസിനാണെങ്കിലും ഇനി അതല്ല 10th ലെവലാണെങ്കിൽ 10th ലെവലിന് പിന്നെ 5 മാർക്കിനെ ചോദിക്കുന്നുള്ളൂ. പക്ഷേ ഡിഗ്രി ലെവലിന് അത്യാവശ്യം 8-9 മാർക്കിന് വരെ ഇവർ ചോദിക്കാറുണ്ട്. ഈ കമ്പ്യൂട്ടർ റിലേറ്റഡ് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അതിൽ തന്നെ 1-2 മാർക്കിന് ഒഴിച്ച് ബാക്കി മുക്കാലും അവർ ചോദിക്കുന്നത് കറണ്ട് അഫയർ തന്നെയായിരിക്കും. കൂടുതൽ ഫോക്കസ് ചെയ്തായിരിക്കും അവർ ചോദ്യങ്ങൾ ചോദിക്കുക. കാരണം പുതിയ ടെക്നോളജികളും പുതിയ AI മറ്റുമൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ ഇപ്പോഴത്തെ AI ടെക്നോളജിയും പുതിയ ടെക്നോളജികളൊക്കെ ഉള്ളതുകൊണ്ട് അതുമായി ബേസ് ചെയ്തിട്ടായിരിക്കും അവർ കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് ആ ഭാഗത്തുനിന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കൂടുതൽ ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി നല്ലൊരു കറണ്ട് അഫയർ നോളജ് ഉണ്ടായിരിക്കുക എപ്പോഴും നല്ലതാണ്. അപ്പോൾ ഓപ്പൺ AI പുറത്തിറക്കിയ പുതിയ സെർച്ച് ബ്രൗസർ വെച്ച് ഏതാണ്? അറ്റ്ലസ് ആണ്. ഈ സെർച്ച് ബ്രൗസേഴ്സിനെ പറ്റി മിക്കപ്പോഴും PSC ചോദിക്കാറുണ്ട്. അല്ല ഇപ്പോൾ പുതിയ പുതിയ സെർച്ച് ബ്രൗസേഴ്സ് ഏതെങ്കിലും ഈ പ്രശസ്ത ഓപ്പൺ AI പോലെ പ്രശസ്ത അത്യാവശ്യം ഇതായിട്ടുള്ള കമ്പനികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഏതൊക്കെയാണ് പുതിയ അവർ കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ അവർ ഉണ്ടാക്കിയിട്ടുള്ള പുതിയ ബ്രൗസർ ഏതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇപ്പോൾ ഓപ്പൺ AI പുറത്തിറക്കിയ പുതിയ സെർച്ച് ബ്രൗസർ ഏതാണ്? അറ്റ്ലസ് ആണ്. ഇനി മൈസൂർ വിമാനത്താവളത്തിന്റെ ആദ്യ വനിതാ ഡയറക്ടറായി ചുമതലയേറ്റ മലയാളി ചോദിച്ചാരാണ്? അത് PV ഉഷാകുമാരിയാണ് കേട്ടോ. ആരാണ്? PV ഉഷാകുമാരി. ഇതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്താ വെച്ചാൽ ഇത് മലയാളിയായ ഒരു വനിതയാണ്. അതുകൊണ്ടാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. ആദ്യ വനിതയാണ്, അത് മലയാളിയും കൂടിയാണ്. അതുകൊണ്ടാണ് PSCക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് വരാൻ സാധ്യത. ആസിയാനിലെ 11ാമത്തെ അംഗമായി മാറിയത് കിഴക്കൻ ടിമോറാണ്. എന്താണ്? ആസിയാനിൽ എത്ര അംഗങ്ങളുണ്ട്? 10 അംഗങ്ങളായിരുന്നു. ഇപ്പോൾ 11ാമത്തെ ഒരു അംഗം വന്നിട്ടുണ്ട്. അതാണ് കിഴക്കൻ ടിമോർ. ആസിയാന്റെ 11ാമത്തെ അംഗമായിട്ട് ആരാണ് മാറിയത്? കിഴക്കൻ ടിമോറാണ് മാറിയത് കേട്ടോ. കിഴക്കൻ ടിമോർ. ഇനി ഗൂഗിൾ അവതരിപ്പിച്ച ഏറ്റവും പുതിയ ക്വാണ്ടം ചിപ്പ് അതേതാണ്? വില്ലോയാണ് കേട്ടോ. വില്ലോയാണ് ഗൂഗിൾ അവതരിപ്പിച്ച ഏറ്റവും പുതിയ ക്വാണ്ടം ചിപ്പ്. ഞാൻ പറഞ്ഞില്ല, മുമ്പ് പറഞ്ഞില്ലേ, മറ്റേ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ടെക്നോളജി ബേസ് ചെയ്തിട്ടുള്ള കാര്യം. കറണ്ട് അഫയേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് നോക്കി വെക്കാം കേട്ടോ. പ്രത്യേകിച്ച് ഡിഗ്രി ലെവൽ എക്സാം, അതായത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പോലുള്ള ഡിഗ്രി ലെവൽ എക്സാമുകൾ ഫോക്കസ് ചെയ്യുന്നവർക്ക് എന്തായാലും നന്നായിട്ട് ടെക്നോളജി കൂടുതൽ ചോദിക്കണം. കാരണം സയൻസിൽ പോലും അവർ മറ്റേ ISROയും മറ്റു കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതൽ ചോദിക്കുന്നത് സയൻസ് ബേസ് ചെയ്തിട്ട്. സയൻസ് ആൻഡ് ടെക്നോളജി എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ ടെക്നോളജി ആയിരിക്കും സയൻസിനെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന അക്കാര്യങ്ങളിലൊക്കെ. അപ്പോൾ ഡിഗ്രി ലെവലിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ ടെക്നോളജി ഭാഗങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് കമ്പ്യൂട്ടറിന് തന്നെ 7 മാർക്ക് ചോദിക്കുന്നത്. ആ കമ്പ്യൂട്ടറിൽ തന്നെ കമ്പ്യൂട്ടർ റിലേറ്റഡ് കറണ്ട് അഫയേഴ്സ് ആണ് അവർ കൂടുതൽ ചോദിക്കാറ്. 1-2 അല്ലെങ്കിൽ 3-4 മാർക്കിനാണ് കൂടുതൽ അവർ അല്ലാത്ത കാര്യങ്ങൾ ചോദിക്കും. ബാക്കി മൊത്തം ചോദിക്കുന്നവർ കറണ്ട് അഫയർ റിലേറ്റഡ് ആയിരിക്കും. ഈ കമ്പ്യൂട്ടറിന്റെ ബേസിക് സാധനങ്ങൾ ചോദിക്കുന്നത് എത്ര ആയിരിക്കും? വളരെ ചുരുക്കിയേ ചോദിക്കുള്ളൂ. വളരെ ചുരുക്കി അവർ ബേസിക് ചോദിക്കുള്ളൂ. ബാക്കി കാര്യങ്ങൾ മൊത്തം കറണ്ട് അഫയർ റിലേറ്റഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് പഠിച്ചു വെക്കുക. ഗൂഗിൾ അവതരിപ്പിച്ച ഏറ്റവും പുതിയ ക്വാണ്ടം ചിപ്പ് ഏതാണത്? വില്ലോയാണ് കേട്ടോ. വില്ലോയാണ് ഗൂഗിൾ അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ ക്വാണ്ടം ചിപ്പ്. ഇനി കേരളത്തിലെ ആരോഗ്യ മേഖല ശക്തിപ്പെടുന്നതിന് 2455 കോടി രൂപ വായ്പ അനുവദിച്ച ബാങ്ക് ഏതാണ്? അത് ലോകബാങ്കാണ്. ലോകബാങ്കാണ് കേരളത്തിലെ ആരോഗ്യ മേഖല ശക്തിപ്പെടുത്താൻ എത്ര രൂപയാണ്? 2455 കോടി രൂപ വായ്പ അനുവദിച്ച ബാങ്കാണ് കേട്ടോ. അത് ലോകബാങ്കാണ്. ഇനി കുട്ടികൾ തയ്യാറാക്കുന്ന സാധനങ്ങൾ വിൽക്കാൻ കുട്ടികൾ ഒരുക്കിയ കൊമേഴ്സ് പ്ലാറ്റ്ഫോം എന്താണ്? പ്യൂപ്പിൾ കാർഡ് എന്നാണ് കേട്ടോ അതറിയപ്പെടുന്നത്. എന്താണ്? പ്യൂപ്പിൾ കാർഡ്. കുട്ടികൾ തയ്യാറാക്കുന്ന സാധനങ്ങൾ വിൽക്കാൻ കുട്ടികൾ തന്നെ ഒരുക്കിയ ഒരു കൊമേഴ്സ് പ്ലാറ്റ്ഫോം ഏതാണ്? അത് പ്യൂപ്പിൾ കാർഡാണ്. മേക്ക് ഇൻ ഇന്ത്യ AK-203 തോക്കുകൾക്ക് നൽകിയ പേര്, അതായത് മേക്ക് ഇൻ ഇന്ത്യ AK-203 എന്ന തോക്കുകളുണ്ട്. ആ തോക്കുകൾക്ക് അവർ നൽകിയ പേരെന്താണ്? ഷെയർ എന്നാണ് അവർ നൽകിയത്. എന്താണ്? ഷെയർ. ഷെയർ എന്ന് പറഞ്ഞാൽ സിംഹം. അതാണ് അവർ അർത്ഥമാക്കുന്നത്. ഷെയർ എന്ന പേരാണ് നൽകിയിരിക്കുന്നത് കേട്ടോ. AK-203ക്ക് നൽകുന്ന പേരാണ് ഷെയർ. അതെന്താണ്? മേക്ക് ഇൻ ഇന്ത്യയാണ് നൽകിയിരിക്കുന്നത്. ഇനി കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് സെക്രട്ടറി ആയതാരാണ്? അത് ഗൗരി R ലാൽജിയാണ് കേട്ടോ. ഗൗരി R ലാൽജിയാണ് കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് സെക്രട്ടറിയായിട്ട് നിയമിതയായത്. ആരാണ്? ഗൗരി R ലാൽജി. 2001 ചെറുകാട് സാഹിത്യ പുരസ്കാരം ലഭിച്ച ആർക്കാണ്? ഏഴാച്ചേരി രാമചന്ദ്രൻ. ആർക്കാണ്? ഏഴാച്ചേരി രാമചന്ദ്രനാണ് 2021 ചെറുകാട് സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. ഈ പുരസ്കാരങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 2025 അവസാനിക്കുമ്പോൾ ഏകദേശം കുറേ പുരസ്കാരങ്ങൾ കേരളത്തിൽ നൽകിയിട്ടുണ്ടായത്. ഒരുപാട് പുരസ്കാരമുണ്ട്. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത PSC എക്സാമുകൾക്ക്. അപ്പം നമ്മൾ ഇതിനെ ഫോക്കസ് ചെയ്തിട്ട് നന്നായിട്ട്, അതായത് ഈ പുരസ്കാരങ്ങൾ പ്രത്യേകിച്ച് ഈ കേരളത്തിൽ നൽകിയ പുരസ്കാരങ്ങൾ, സാഹിത്യ പുരസ്കാരങ്ങൾ എല്ലാം തന്നെ നന്നായിട്ട് പഠിച്ചിരിക്കണം. 2025 പഠിച്ചിരിക്കണം, 2024 പഠിക്കുന്നത് നല്ലതാണ്.
പറ്റുവാണെങ്കിൽ 2023 പഠിക്കുന്നത്. കാരണം ഇവര് പിന്നോട്ട് ചോദിക്കാറുണ്ട്. അത് 2023 ചോദിക്കും. ചിലപ്പോൾ ഈ 2023 നമ്പർ വെച്ചിട്ട് ഇത്രാമത്തെ ചെറുകാട് പുരസ്കാരം ലഭിച്ച ആർക്കാണ്, അല്ലെങ്കിൽ ഇന്ന വർഷത്തെ ചെറുകാട് പുരസ്കാരം ലഭിച്ച ആർക്കാണ്, അങ്ങനെയൊക്കെയാണ് പല രീതിയിലായിരിക്കും അവർ ചോദിക്കുക. അപ്പൊ അതെല്ലാം നന്നായിട്ട് തന്നെ ഈ പുരസ്കാരങ്ങൾ പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ. ഇനി ദയാവധം നിയമവിധേയമാക്കി ആദ്യ ലാറ്റിൻ അമേരിക്കൻ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഉറുഗ്വയാണ് കേട്ടോ. ഉറുഗ്വയാണ് ദയാവധം നിയമവിധേയമാക്കി ആദ്യ ലാറ്റിൻ അമേരിക്കൻ രാജ്യം ഏതാണ്? ഉറുഗ്വേ. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കാൻ കേരള വനം വകുപ്പ് ആരംഭിച്ച പുതിയ പദ്ധതിയാണ് ഓപ്പറേഷൻ ഗജമുക്തി. എന്താണ് ഓപ്പറേഷൻ ഗജമുക്തിയാണ് മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കാൻ കേരള വനം വകുപ്പ് ആരംഭിച്ച പുതിയ പദ്ധതി. അതേതാണ്? ഓപ്പറേഷൻ ഗജമുക്തിയാണ്. എന്താണ് ഓപ്പറേഷൻ ഗജമുക്തി? ഇനി 2026 വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന ലോകത്തിലെ ആദ്യ സ്വകാര്യ ബഹിരാകാശ നിലയം ഏതാണ്? ഹാവൽ 1. 2026 വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന ലോകത്തിലെ ആദ്യത്തെ സ്വകാര്യ ബഹിരാകാശ നിലയം കേട്ടോ. ഇതുവരെ സ്വകാര്യ ബഹിരാകാശ നിലയങ്ങൾ വന്നിട്ടില്ല. അമേരിക്കൻ നാസയുടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള നാസ പോലുള്ള സർക്കാർ ഒരു രാജ്യത്തിന്റെ ബഹിരാകാശ നിലയങ്ങളാണ് വന്നിരിക്കുന്നത്. പക്ഷെ ഇന്ന് വരെ ഒരു സ്വകാര്യ ബഹിരാകാശ നിലയം വന്നിട്ടില്ല. അപ്പൊ ലോകത്തിലെ ആദ്യത്തെ സ്വകാര്യ ബഹിരാകാശ നിലയം വിക്ഷേപിക്കാൻ ഒരുങ്ങുന്നത് ഏതാണ്? ഹാവൽ 1 ആണ് കേട്ടോ. അതാണ് ഹാവൽ 1. ഇനി ശബരിമല ദർശനം നടത്തിയ ആദ്യ വനിതാ രാഷ്ട്രപതി വെച്ചാലാണ്? അത് ദ്രൗപദി മുർമു. ഇപ്പോഴത്തെ പ്രസിഡന്റ് രാഷ്ട്രപതി ആയിട്ടുള്ള ദ്രൗപദി മുർമു ആണ് ആദ്യ വനിതാ രാഷ്ട്രപതി. ശബരിമല സന്ദർശിക്കുന്ന ആദ്യ വനിതാ രാഷ്ട്രപതി. ഇനി മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. റഫേൽ യുദ്ധവിമാനത്തിൽ പറക്കുന്ന ആദ്യ രാഷ്ട്രപതി ചോദിച്ചാരാണ്? അതും ദ്രൗപദി മുർമു ആണ്. അതും ദ്രൗപദി മുർമു. റഫേൽ യുദ്ധവിമാനത്തിൽ പറക്കുന്ന ആദ്യ രാഷ്ട്രപതി ചോദിച്ചാരാണ്? ദ്രൗപദി മുർമു ആണ്. അപ്പൊ നമുക്ക് ആ റഫേൽ യുദ്ധവിമാനം പറത്തുന്നതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട്. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ വെച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. റഫേൽ പറഞ്ഞ രാഷ്ട്രപതി. ഇന്ത്യൻ വ്യോമസേന 2 മുൻനിര യുദ്ധവിമാനത്തിൽ പറഞ്ഞ ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതിയുണ്ട്. 2 യുദ്ധവിമാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് സുഗോയി 13 എന്ന് പറഞ്ഞ യുദ്ധവിമാനത്തിലും റഫേൽ എന്ന യുദ്ധവിമാനത്തിൽ. ഈ 2 യുദ്ധവിമാനത്തിലാണ് ഇത് രാഷ്ട്രപതി പറഞ്ഞത് കേട്ടോ. അപ്പൊ ഈ 2 യുദ്ധവിമാനത്തിലും പറഞ്ഞ ആദ്യ രാഷ്ട്രപതി ചോദിച്ചാരാണ്? അത് ദ്രൗപദി മുർമു ആണ്. ഈ 2 വിമാനത്തിലും കൂടി പറഞ്ഞതാണ് കേട്ടോ. ഇനി ഹരിയാനയിൽ അംബാലയിൽ നിന്നാണ് റഫേൽ യുദ്ധവിമാനത്തിലാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു പറന്നു വരുന്നത്. എവിടെയാണ്? ഹരിയാനയിലെ അംബാലയിൽ നിന്നാണ് കേട്ടോ. ഹരിയാനയിലെ അംബാലയുള്ള യുദ്ധം, അവിടെ ഇവരുടെ എയർഫോഴ്സിന്റെ ഒരു ലോഞ്ചിങ് സ്റ്റേഷൻ ഉണ്ട്. അവിടെ വെച്ചാണ് ഹരിയാനയിലെ അംബാലയിൽ നിന്നാണ് റഫാൽ യുദ്ധവിമാനത്തിൽ പറഞ്ഞ രാഷ്ട്രപതി ദ്രൗപദി മുർമു കേട്ടോ. ഇനി 2023 രാഷ്ട്രപതി ഇതുപോലെ ഒരു ദൗത്യം നടത്തിയിട്ടുണ്ട്. അത് ഏത് വിമാനമായിരുന്നു? അത് റഫേൽ അല്ല, അത് സുഗോയ് 13 വിമാനത്തിലായിരുന്നു ഇതുപോലൊരു യാത്ര നടത്തി. എവിടെ? 2023 രാഷ്ട്രപതി ഇതുപോലെ ദൗത്യം നടത്തിയപ്പോഴാണ് സുഗോയ് 13 എന്ന യുദ്ധവിമാനത്തിലാണ് കേട്ടോ. സുഗോയ് 13 അത് ഇമ്പോർട്ടന്റ് ആണ്. സുഗോയ് 13. ഇനി റഫേൽ യുദ്ധവിമാനത്തിൽ യാത്ര ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി. അങ്ങനെ അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. റഫാൽ യുദ്ധവിമാനത്തിൽ യാത്ര ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. കാരണം ഈ യുദ്ധവിമാനത്തിൽ യാത്ര ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ചോദിച്ചാൽ അത് ദ്രൗപദി മുർമു അല്ല. പക്ഷേ റഫാൽ വിമാനത്തിൽ സഞ്ചരിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ചോദിച്ചാൽ ആരാണ്? അത് ദ്രൗപദി മുർമു ആണ്. യുദ്ധവിമാനത്തിൽ യാത്ര ചെയ്യുന്ന 3ാമത്തെ ഇന്ത്യൻ രാഷ്ട്രപതിയും 2ാമത്തെ വനിതാ രാഷ്ട്രപതിയാണ് ആര്? ദ്രൗപദി മുർമു. എന്താണ്? യുദ്ധവിമാനത്തിൽ യാത്ര ചെയ്യുന്ന 3ാമത്തെ ഇന്ത്യൻ രാഷ്ട്രപതിയും 2ാമത്തെ വനിതാ രാഷ്ട്രപതി ആണര്? ദ്രൗപദി മുർമു. അപ്പൊ ഇതിന് മുമ്പും രാഷ്ട്രപതിമാര് യുദ്ധവിമാനത്തിൽ സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പൊ അവരായിരിക്കും നോക്കാം. സുഗോയ് 30 എന്ന വിമാനത്തിൽ മുൻ രാഷ്ട്രപതിയായ APJ അബ്ദുൽ കലാമും പ്രതിഭ പട്ടേലും പറഞ്ഞിട്ടുണ്ട്. അപ്പം യുദ്ധവിമാനത്തിൽ പറഞ്ഞ ആദ്യത്തെ രാഷ്ട്രപതി ചോദിച്ചാരാണ്? അത് APJ അബ്ദുൽ കലാമും. ആദ്യ വനിതാ രാഷ്ട്രപതി ചോദിച്ചാൽ അത് പ്രതിഭ പട്ടേലും. ആദ്യമായിട്ട് ഈ സുഗോയ് യുദ്ധവിമാനത്തിലും റാഫേൽ യുദ്ധവിമാനത്തിലും പറഞ്ഞ രാഷ്ട്രപതി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ദ്രൗപദി മുർമു ആണ്. മാത്രമല്ല റാഫേൽ വിമാനത്തിൽ ആദ്യമായിട്ട് പറഞ്ഞ രാഷ്ട്രപതി ചോദിച്ചാൽ അതാരാണ്? അത് ദ്രൗപദി മുർമു ആണ്. ഈ 17 സ്ക്വാഡ്രൺ കമാൻഡിംഗ് ഓഫീസർ അമിത് ഗഹാനി ആയിരുന്നു പൈലറ്റ് കേട്ടോ. നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞ വിമാനത്തിന്റെ പൈലറ്റ് ആരായിരുന്നു? അത് സ്ക്വാഡ്രൺ കമാൻഡിംഗ് ഓഫീസർ അമിത് ഗഹാനി ആയിരുന്നു കേട്ടോ. ഇനി റാഫേൽ യുദ്ധവിമാനം പറഞ്ഞ ആദ്യ ഇന്ത്യൻ വനിതാ പൈലറ്റ് ആരാണ്? അത് ശിവാംഗി സിംഗ് ആണ്. അപ്പം നിങ്ങൾ ആലോചിക്കും ഈ ശിവാംഗി സിംഗിനെ പറ്റി എന്തിനാ ഇപ്പൊ ഇതിനകത്ത് പറയുന്നത്? മറ്റൊന്നുമല്ല, ഈ ശിവാംഗി സിംഗിനെ പറ്റി പാകിസ്ഥാൻ ഒരു പ്രചരണം നടത്തിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത്. മറ്റൊന്നുമല്ല, ഈ ശിവാനി സിംഗ് പറപ്പിച്ച റാഫേൽ യുദ്ധവിമാനം തകർത്തെന്നും ഈ ശിവാനി സിംഗിനെ അവർ പിടിച്ച് തടവിലാക്കിയെന്നുമായിരുന്നു അന്ന് പ്രചരണം വന്നിരുന്നത്. അന്ന് തന്നെ ഇന്ത്യ അത് നിഷേധിച്ചതായിരുന്നു. ആ ഒരു വാദം ഇന്ത്യ നിഷേധിച്ചതായിരുന്നു. ആ വാദം നിഷേധിച്ചതോടൊപ്പം ഇത്തവണ എന്ത് ചെയ്തു? രാഷ്ട്രപതി ഈ റാഫേൽ യുദ്ധവിമാനത്തിൽ പറക്കുന്നതിന് തൊട്ടു മുമ്പ് ഈ ശിവാനി സിംഗിനൊപ്പം ആ റാഫേൽ യുദ്ധവിമാനത്തിന് മുന്നിൽ നിന്ന് ഒരു ഫോട്ടോയെ എടുത്ത് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പ്രസ്താവിച്ചിട്ടാണ് ഈ യാത്ര നടത്തിയത്. അപ്പൊ അതുകൊണ്ടാണ് ഈ ശിവാനി സിംഗ് എന്ന് പറയുന്ന സിംഗിന് ഈ യാത്രയായിട്ട്, അതായത് ഈ രാഷ്ട്രപതിയുടെ ഈ റാഫേൽ യുദ്ധവിമാനത്തിൽ യാത്രയായിട്ട് ഇത്ര ഇമ്പോർട്ടന്റ് വരുന്നത്.
അപ്പൊ ഈ റഫേൽ യുദ്ധവിമാനം പറത്തുന്ന ആദ്യ ഇന്ത്യൻ വനിതാ പൈലറ്റ്, ഏക ഇന്ത്യൻ വനിതാ പൈലറ്റ് ആരാണ്? ഇപ്പം നിലവിൽ ഏക ഇന്ത്യൻ പൈലറ്റ് ആരാണ്? ശിവാംഗി സിംഗ് കേട്ടോ, ശിവാംഗി സിംഗ്. ഇനി 15,000 അടി ഉയരത്തിലൂടെ 30 മിനിറ്റ് നേരമാണ് രാഷ്ട്രപതി പറഞ്ഞത് കേട്ടോ. എന്താണ്? 15,000 അടി ഉയരത്തിലൂടെ 30 മിനിറ്റ് നേരമാണ് രാഷ്ട്രപതി ഈ വിമാനത്തിൽ പറഞ്ഞത്, റാഫേൽ യുദ്ധവിമാനത്തിൽ പറഞ്ഞത് കേട്ടോ. അപ്പം ഇതിപ്പം ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്ന് ചിലർ ആലോചിക്കുന്നുണ്ടാവും. അത് മറ്റൊന്നുമല്ല, നമ്മൾ ഇന്നാള് ഒരു എക്സാമിന് കണ്ട, ഇപ്പൊ ഒന്നിൽ കൂടുതൽ തവണ എക്സാമുകൾക്ക് PSC എക്സാമുകൾക്ക് ഇപ്പോൾ കണ്ടതാണ്. ഈ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് നമ്മുടെ TV ടെലികാസ്റ്റിംഗിൽ രണ്ട് കമാൻഡിങ് ഓഫീസേഴ്സ് വന്നിട്ട്, വനിതാ കമാൻഡിങ് ഓഫീസർ വന്നിട്ടായിരുന്നു അവര് ഈ വാർത്ത ഇതിനെപ്പറ്റി പറഞ്ഞത്. അതായത് ഈ യുദ്ധത്തിന് നടന്ന കാര്യങ്ങളെ പറ്റി വിശദീകരിച്ചത്. അപ്പൊ ആ വിശദീകരിച്ച ആ കമാൻഡിങ് ഓഫീസേഴ്സ് ആരായിരുന്നു, അല്ലെങ്കിൽ ആർമി ഓഫീസേഴ്സ് ആരായിരുന്നു എന്ന് ചോദിച്ചിട്ട് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് അവർ PSC ഇന്ന് കറണ്ട് അഫെയർ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഉള്ളപ്പോൾ ഇതൊക്കെ എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ള നല്ല ചോദ്യങ്ങളാണ്, വരാൻ സാധ്യതയുള്ള നല്ല ചോദ്യങ്ങളാണ് ഇതൊക്കെയായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് ശിവാംഗി സിംഗ് ഒക്കെ. കാരണം അപ്പൊ ആ ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് ബന്ധമുണ്ട് ഈ ശിവാംഗി സിംഗിന്. അപ്പം എന്തായാലും ചോദിക്കാൻ നല്ല സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഈ റാഫേൽ വിമാനം പറഞ്ഞ ആദ്യ ഇന്ത്യൻ വനിതാ പൈലറ്റ് ആരാന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ഈ ചോദ്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പം ഇത്രയാണ്. ഇതെന്തായാലും നോക്കി വെക്കട്ടെ. കാരണം ഈ ഒരു ഇത് നന്നായിട്ട് നോക്കി വെക്കുക. കാരണം ഇത് നന്നായിട്ട് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഏരിയ ആണ്. ഇനിയുള്ള എക്സാമുകളിൽ നല്ലൊരു രീതിക്ക് ഈ ഭാഗങ്ങളിൽ നിന്ന് ചോദ്യം വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഇനി 2025 സംസ്ഥാന കായികമേളയിൽ ഭിന്നശേഷി കായിക താരങ്ങൾക്കായി രേഖപ്പെടുത്തിയ ഇൻക്ലൂസീവ് സ്പോർട്സിൽ ഓവറോൾ ചാമ്പ്യന്മാരായതാരാണ്? പാലക്കാടാണ് കേട്ടോ. ആർക്കാണ്? 2025 സംസ്ഥാന കായികമേള നടന്നില്ല. അതിൽ ഭിന്നശേഷി കായിക താരങ്ങൾക്കായി ഏർപ്പെടുത്തിയ ഇൻക്ലൂസീവ് സ്പോർട്സ് ഓവറോൾ ചാമ്പ്യന്മാരായതാരാണ്? പാലക്കാടാണ്. എന്നാൽ 2025 സ്കൂൾ കായികമേളയിൽ ഓവറോൾ ചാമ്പ്യന്മാരായത് അത് തിരുവനന്തപുരം കേട്ടോ. ഓവറോൾ ചാമ്പ്യന്മാരായത് തിരുവനന്തപുരം. ഇനി ഭിന്നശേഷി കായിക താരങ്ങൾക്ക് ഏർപ്പെടുത്തിയ ഇൻക്ലൂസീവ് സ്പോർട്സിൽ ഓവറോൾ ചാമ്പ്യന്മാരായത് പാലക്കാടുമാണ്. ഇനി 2026, അതായത് അടുത്ത വർഷം സ്കൂൾ കായികമേള നടക്കാൻ പോകുന്ന എവിടെയാണ്? കണ്ണൂരാണ്. ഈ വർഷം തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു നടന്നത്. അടുത്ത വർഷം കണ്ണൂർ വെച്ചാണ്. അടുത്ത വർഷം കണ്ണൂർ വെച്ചാണ് നടക്കുന്നത്. 2026 സ്കൂൾ കായികമേള എന്ന വേദി എവിടെയാണ്? കണ്ണൂരാണ് കേട്ടോ, കണ്ണൂരാണ്. ഇനി പ്രധാനമന്ത്രി ധന്യ കൃഷി യോജനയുടെ ഭാഗമാവുന്ന കേരളത്തിലെ ജില്ലകൾ ചോദിച്ചാൽ അത് കോഴിക്കോട്, കണ്ണൂര്, കാസർഗോഡ്. ഏതൊക്കെയാ? കോഴിക്കോട്, കണ്ണൂര്, കാസർഗോഡാണ് പ്രധാനമന്ത്രി ധന്യ കൃഷി യോജനയുടെ ഭാഗമാവുന്ന കേരളത്തിലെ ജില്ലകൾ. ഇനി ഐക്യരാഷ്ട്ര സംഘടനയുടെ പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം വനവിസ്തൃതി ഇന്ത്യയുടെ സ്ഥാനം എത്ര? 9ആണ് കേട്ടോ. ഐക്യരാഷ്ട്ര സംഘടനയുടെ പുതിയ റിപ്പോർട്ടിൽ പ്രകാരം വനവിസ്തൃതി ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 9ആണ്. 9ാം സ്ഥാനത്താണ് ഇന്ത്യ. ഈ 2025 ഒക്ടോബറിൽ ലഫ്റ്റനന്റ് പദവി ലഭിച്ച ഇന്ത്യൻ കായികതാരം ആരാണ്? അത് നീരജ് ചോപ്ര ഉണ്ട്. 2025 ഒക്ടോബറിൽ ലഫ്റ്റനന്റ് പദവി ലഭിച്ച ഇന്ത്യൻ കായികതാരം നീരജ് ചോപ്രയാണ്. ഈ 2025 ഒക്ടോബറിൽ IUCN അംഗമായ രാജ്യം ഏതാണ്? ടുവാലയാണ് കേട്ടോ. ടുവാലു ആണ് 2025 ഒക്ടോബറിൽ IUCN അംഗമായ രാജ്യം ഏതാണ്? ടുവാലു. ഈ 2025 ഒക്ടോബറിൽ ഇന്ത്യൻ എംബസി സ്ഥാപിതമായ രാജ്യം ചോദിച്ചാൽ അതാണ് അഫ്ഗാനിസ്ഥാൻ ആണ്. 2025 ഒക്ടോബറിൽ ഇന്ത്യൻ എംബസി സ്ഥാപിതമായ രാജ്യം ചോദിച്ചാൽ ഏതാണ്? അഫ്ഗാനിസ്ഥാനാണ്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതുപോലത്തെ കൂടുതൽ നല്ല കണ്ടന്റുകളും ഒരുപാട് കറണ്ട് അഫയേഴ്സുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.